ഞാൻ സംസാരിക്കാതിരിക്കുന്നത് മേഡത്തിനോട് വിദ്വേഷമോ വെറുപ്പോ ഒന്നും ഉള്ളതുകൊണ്ടല്ല കേട്ടോ. ഞാൻ സൈലന്റ് ആയിട്ടിരുന്ന് വണ്ടി ഓടിക്കാനാണ് മേഡം ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവിടെ എത്തുന്നവരെ ഞാൻ സൈലന്റ് ആയിരിക്കും. ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ആ രീതിയിലാ കുഞ്ഞിന്റെ കിടപ്പ്. അധികം ആയാസപ്പെട്ടിട്ടുള്ള ഒരു ജോലിക്ക് നിൽക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ കുഴപ്പങ്ങളിലേക്ക് പോകും. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ആ നിമിഷം എന്നെ വിവരം അറിയിക്കണം. ശരി ഡോക്ടർ. പിന്നെ ശാരദാമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ. ഈ ഒരു സിറ്റുവേഷനിൽ ദിവസങ്ങൾ കൃത്യമായി നോക്കിക്കൊണ്ട് മുൻകൂട്ടി കാര്യങ്ങൾ പറയാൻ പ്രയാസമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ആ നിമിഷം എന്നെ വിവരം അറിയിക്കണം. ശരി ഡോക്ടർ. പിന്നെ ശാരദാമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ. ഈ ഒരു സിറ്റുവേഷനിൽ ദിവസങ്ങൾ കൃത്യമായി നോക്കിക്കൊണ്ട് മുൻകൂട്ടി കാര്യങ്ങൾ പറയാൻ പ്രയാസമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. തൽക്കാലം ഈ മരുന്ന് കഴിച്ചാൽ മതി. പേടിക്കണ്ട കേട്ടോ. മാക്സിമം റെസ്റ്റ് എടുത്തോ. നിനക്ക് പ്രതികാരം വീട്ടാൻ വേണ്ടി ഒരവസരം കൂടി വന്നെന്നാ തോന്നുന്നത്. കളക്ടർ സമയത്തിന് എത്തിയില്ലെങ്കിൽ അത് പരോക്ഷമായി വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണം. മരുന്നൊക്കെ ഞാൻ വേണ്ടെടുത്ത് കുറിച്ചിട്ട് തന്നോളാം. നീ അത് കൃത്യമായിട്ട് കഴിച്ചാൽ മതി. അത് ഞാൻ ഏറ്റു. ഈ പറഞ്ഞതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കരുതേ. ഇല്ല ഇല്ല. പറഞ്ഞ നാവ് വായിലേക്ക് ഇട്ടില്ല. ഈശ്വരൻ തീറ്റയും കൊണ്ട് കൺമുന്നിലേക്ക് വന്നു കഴിഞ്ഞു. ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ കളക്ടറുടെ പ്രേമസഞ്ചാര വണ്ടി അങ്ങ് ഷൂട്ട് ചെയ്യണം. ഇവരെ രണ്ടുപേരും തമ്മിൽ ചേർത്ത് പറഞ്ഞെന്ന് പറഞ്ഞല്ലേ നിന്നെ ഇവര് 2 ദിവസം സ്റ്റേഷനിലിട്ടത്. അതെ, തെളിവ് സഹിതം കാണിച്ചു കൊടുക്കട. ജനം അറിയട്ടെ കളക്ടറുടെ അഴിഞ്ഞാട്ട കഥകള്. പിന്നെ ഇതെന്തായാലും നിനക്ക് ദൈവം തന്ന കാഴ്ചയാണ്. നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റിയ അവസരം. ആടി കിട്ടിയാലും വേണ്ടില്ല സാറേ, ഈ അവസരം ഞാൻ ഉപയോഗിക്കും. ശ്യാമയ്ക്കൊരു സഹായത്തിന് അവിടെ ആരും ഇല്ലാത്ത അവസ്ഥയാ. രോഹിത് ഒന്ന് കുറച്ചു ദിവസം വന്ന് നിന്നാ വലിയ ഉപകാരമായിരിക്കും മോനെ. ഞാൻ അവിടെ തന്നെ സ്ഥിരമായി നിൽക്കുമായിരുന്നെങ്കിൽ ഞാൻ മോനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. അയ്യോ ശാരദാമ്മേ, ഇതൊന്നൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ വീട്ടിലൊരു പ്രശ്നം വന്നാ സഹായിക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. ഞാൻ വന്നോളാം. ശാരദാമ്മ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഒരു മിനിറ്റ്. ഹലോ, പറഞ്ഞോ. പിന്നെ സത്യമേ, പറയുമ്പോ എല്ലാം പറയണമല്ലോ. കഴിയുമ്പുറത്ത് കാവ് ഞങ്ങളുടെ കുടുംബക്ഷേത്ര.
എല്ലാ ദുരിതങ്ങളും മാറാനായിട്ട് വർഷത്തിലൊരു പൂജ ഞങ്ങൾ അവിടെ നടത്താറുണ്ട്. അതിനുവേണ്ടി ശാലിനിയും കുഞ്ഞുങ്ങളെ ഒന്ന് കൊണ്ടുപോകണം. നടത്തുമ്പോ വിഷ്ണുവിന് വേണ്ടി കൂടി നടത്തണേ. എവിടെയാണെങ്കിലും എന്റെ കുട്ടി തിരിച്ച് എന്റെ അടുത്ത് എത്തണം. അതിനുവേണ്ടി എത്ര ശക്തി കൂടിയ വഴിപാടാണോ നടത്തേണ്ടത് അതങ്ങ് നടത്തണം. അതിനുള്ള പണമൊക്കെ ഞാൻ തരാം. അയ്യോ, എന്നെ അങ്ങനെയാണോ സത്യമ കണ്ടിരിക്കുന്നത്? വിഷ്ണു എന്റെ മോൻ തന്നെയല്ലേ? ഞാൻ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ. വിഷ്ണുവിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ പൂജ നടത്തുന്നത്. സത്യമയുടെ പ്രാർത്ഥന ഉണ്ടായാൽ മതി. അതുണ്ടാകാതിരിക്കോ? എനിക്കെന്റെ മകൻ ഒരാപത്തും കൂടാതെ ഇവിടെ എന്റെ അടുത്ത് വരണം. എനിക്കൊരു മരണം ഉണ്ടാകുന്ന സമയത്ത് അത് അവന്റെ മടിയിൽ തലവെച്ച് തന്നെ കിടന്നാവണം. അതിന് സർവേശ്വരൻ ഇടവരുത്തണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്.